നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ ഏത് രീതിയിലാണെന്നും ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താം. ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖവും പേരും നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. 7 ഓഫ് സോർട്സ്, 10 ഓഫ് വൺസ്, നൈറ്റ് ഓഫ് സോർട്സ്, 8 ഓഫ് കപ്സ്, മൂൺ, ക്യൂൺ ഓഫ് സോർട്സ്, 6 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം 7 ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ചില സത്യങ്ങളൊക്കെ നിങ്ങളോട് മറച്ചു വെച്ചതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മുഴുവൻ കാര്യങ്ങളും ഇവർ നിങ്ങളോട് തുറന്നു പറയാതെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് മറച്ചു വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ഒരു എനർജിയാണ് നമുക്കിവിടെ 7 ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 10 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ഭാരം ചുമക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അവരുടെ വർക്ക് പ്ലേസിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലാണെങ്കിലും ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം അവർ ഈ ഒരു സമയത്ത് ചുമക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ റിലേഷൻഷിപ്പും പേഴ്സണൽ പ്രോബ്ലംസും ഒക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന ഈ ഒരു വ്യക്തി ചിലപ്പോഴൊക്കെ വളരെ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിലും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഉടൻ പ്രതികരിക്കുന്ന ഒരു ടെൻഡൻസി ഈ ഒരു സമയത്ത് അവർക്കുള്ളതായിട്ടാണ് ഈ ഒരു നൈറ്റ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് അകന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ ചില വാക്കുകളൊക്കെ, അതായത് നിങ്ങളോട് മുമ്പ് സംസാരിച്ചിരുന്ന സമയങ്ങളിൽ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് പലതരത്തിൽ ദേഷ്യം കൊണ്ടുവന്ന് എത്തിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ആ ഒരു സംസാര രീതി ചില സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയങ്ങളിൽ വളരെയധികം ഈ ഒരു വ്യക്തിയോട് ദേഷ്യപ്പെട്ടതായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായതായിട്ടും ഒക്കെ ഉള്ളൊരു എനർജിയാണ് ഈ ഒരു 8 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇനി നിങ്ങളോടൊത്ത് വീണ്ടും സംസാരിക്കുവാനായിട്ട് വരുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലായി റിയാക്ട് ചെയ്യാതെ കാം ആയിരിക്കണമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിൽ ഒരു അകലത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തിവിടെ നമുക്ക് മൂൺ കിട്ടിയിട്ടുണ്ട്. അതായത് വീണ്ടും ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളോടൊത്തുള്ള ബന്ധത്തിൽ തന്നെ ചില ക്ലാരിറ്റി ഇല്ലാത്ത ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോഴത്തെ എനർജിയിൽ അവർ ലോജിക്കിന് കൂടുതലായും ഇമോഷൻസിന് കുറവായും വാല്യൂ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നമുക്കിവിടെ ക്യൂൺ ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. എങ്കിൽ പോലും നമുക്കിവിടെ 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് അവർ ഇപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു സെക്കൻഡ് ചാൻസിന് ആഗ്രഹിക്കുമെന്നാണ് ഈ ഒരു 6 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ അവർ ആ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി മാറി 6 ഓഫ് കപ്സിലോട്ട് വരും. അവർ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളോടൊത്തുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ ആ ഒരു വ്യക്തി ഓർക്കുന്നതായിട്ടാണ് ഈ ഒരു 6 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണും കിട്ടിയിട്ടുണ്ട്. അതായത് കാലചക്രം തിരിഞ്ഞു വരുന്നതായിട്ടാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോഴത്തെ സ്റ്റക്ക് എനർജി ചേഞ്ച് ആകുന്നു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അടുത്ത ചില മാസങ്ങൾക്കകം ചില മേജർ ഷിഫ്റ്റ് കാണുന്നു. അതാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് വീണ്ടും മനസ്സിലാക്കി തരുന്നത്. ചിലർക്കൊക്കെ ഇത് റീയൂണിയൻ ചാൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ആയി എന്നും കാണിക്കുന്നുണ്ട്.
ആ ഒരു രീതിയിലുള്ള ഒരു അർത്ഥമാണ് നമുക്കിവിടെ ഈ ഒരു സമയത്ത് വീൽ ഓഫ് ഫോർച്യൂൺ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് മുഴുവനായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ്. ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടി ഇരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ള സന്ദേശവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്